വരുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും ആലപ്പുഴ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ 3 മാസമായി നമ്മൾ യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളതായ കാര്യങ്ങളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ നാം പഠിച്ചത് ക്രിസ്തു മശിഹയാകുന്നു, ദൈവപുത്രനാകുന്നു, അവൻ സാക്ഷാൽ ദൈവമാകുന്നു എന്നാണ് നാം പഠിച്ചത്. യോഹന്നാൻ ക്രിസ്തുവിനെ മശിഹയാകുന്നു, ദൈവത്തിൻ്റെ പുത്രനാകുന്നു, ദൈവമാകുന്നു എന്ന് എടുത്ത് കാണിക്കുകയായിരുന്നു. നാം അതിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഏറ്റവും അവസാനത്തെ പാഠമാകുന്നു. അതിൻ്റെ തലവാചകം യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും അറിയുക. യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും അറിയുക. നമുക്കുള്ള മനപ്പാഠവാക്യം: നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതാണ്. ക്രിസ്തുവിന് സാക്ഷ്യം പറയുന്നവർ അനേകരാകുന്നു. പിതാവായ ദൈവം, പരിശുദ്ധാത്മാവ്, സ്നാപക യോഹന്നാൻ, തിരുവെഴുത്തുകൾ, അങ്ങനെ അനേകമാകുന്നു. ഈ സാക്ഷ്യങ്ങളൊക്കെയും നമുക്ക് ക്രിസ്തുവിനെ അറിയുവാനുള്ള മാർഗങ്ങളും ആയിരുന്നു എന്നുള്ളതാണ്, ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്തുവിനെ അറിയുക എന്ന് പറയുമ്പോൾ, എന്ന് നാം പഠിക്കുമ്പോൾ, എന്താണ് അറിയുക എന്ന് പറയുന്നത്? വായനയ്ക്കും പഠിത്തത്തിനും അപ്പുറമാണ്. നാം ബൈബിൾ വായിക്കുന്നു, പലപ്പോഴും പഠിക്കുന്നില്ല. ബൈബിൾ വായിക്കുന്നു, ചിലർ പഠിക്കുന്നു, പക്ഷേ പഠിച്ചതല്ലാതെ അറിയുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ വായനയും പഠിത്തവും അറിവും ഇത് വ്യത്യസ്തങ്ങളാണ്. നമുക്ക് കുറേ ജ്ഞാനം, അറിവ്, നോളജ് ലഭിക്കുന്നതിന് വേണ്ടി നാം പഠിക്കുന്നു. ആ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നാം അറിയുകയാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നാം ഉയരുക എന്നുള്ളതാണ്. വായിച്ച കാര്യങ്ങളെ പഠിക്കുക, മനനം ചെയ്യുക, അത് നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെടുത്തുക. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നാം ഒരു വസ്തുവിനെ തിരിച്ചറിയുന്നത്. ഇവിടെ ക്രിസ്തുവിനെ നാം അറിയുക എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളണം. അപ്പോൾ മാത്രമാണ് നാം നമ്മുടെ പഠനം പൂർത്തിയാകുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്നത്. ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ക്രിസ്തു വചനങ്ങൾ നമ്മുടെ ജീവിതവുമായി നാം ബന്ധപ്പെടുത്തുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നത്. ഇവിടെ ശിഷ്യന്മാർ ഏതാണ്ട് 3.5 വർഷക്കാലം ക്രിസ്തുവിനോട് കൂടെ നടന്നു. അവർ ക്രിസ്തുവിൻ്റെ കൂടെയുണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെയും കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവർ ക്രിസ്തുവിനെ ശരിക്കും മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ല. ഇതുപോലെയാണ് നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ട്, ശാബത്ത് സ്കൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, കൂലങ്കുഷമായി ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ നാം അറിയുന്നില്ല എന്നുള്ളൊരു കുറവ് നമ്മളിൽ
ഓരോരുത്തരുമുണ്ട്. അപ്പോൾ കേൾക്കുക, അറിയുക, അനുസരിക്കുക. അവസാനത്തേതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കേൾക്കുക, അറിയുക, അനുസരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ അറിവിനും അപ്പുറത്തേക്ക് അനുസരണത്തിൻ്റെ പാതയിലേക്ക്, പ്രാക്ടിക്കൽ ലൈഫ്, അതിലേക്ക് നാം കൊണ്ടുവരുമ്പോഴാണ് നാം ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. യേശുവിനെ അറിയുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനത്തെ അറിയുക എന്നുള്ളതാണ്. യേശുവിൻ്റെ വചനത്തെ അറിയുക എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ വചനം അല്ലെങ്കിൽ യേശു നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുക എന്നാണ്. അപ്പോഴാണ് ആ പ്രക്രിയ അവസാനിക്കുന്നത് അല്ലെങ്കിൽ പൂർണ്ണമാകുന്നത്. നമുക്കിനി ഒന്നാമത്തെ ഭാഗത്തേക്ക്, നമ്മുടെ പാഠത്തിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ഗലീലയിലെ കൂടിവരവ്. ഇവിടെ നാം പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇവിടെ വായിക്കുന്നത്. അവിടെ നാം വായിക്കുന്നത് യേശുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം, അവൻ്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർ തിബര്യസ് കടൽക്കരയിൽ ഒത്തുകൂടും. അവിടെ പറയുന്നത് തോമസ്, നഥാനിയേൽ, സബദി മക്കൾ, വേറെ 2 പേർ, പിന്നെ പത്രോസ്. ഇവർ സെബര്യസ് കടൽക്കരയിൽ ഒരുമിച്ച് കൂടി. അവർ ചിലപ്പോൾ അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അനേകം കാര്യങ്ങൾ ചർച്ച ചെയ്ത് കാണണം. ക്രിസ്തുവിനെക്കുറിച്ച് സ്വാഭാവികമായും അവർ ചർച്ച ചെയ്തു. അവരുടെ ഓരോരുത്തരുടെയും അനുഭവമൊക്കെയും അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവർ ക്രിസ്തുവിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടിരുന്നില്ല എന്നതാണ് ശരി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വളരെ നിരാശകരമായ സംഭവം അവിടെ ഉണ്ടാകുന്നത്. എന്താണ്? പത്രോസ് അവരോട് പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ പഴയ തൊഴിലിലേക്ക് തിരിച്ചു പോകുകയാണ്. അപ്പോൾ യേശുവിനോടൊപ്പം നടന്ന പത്രോസ്, യേശുവിനെ കൂടുതൽ സ്നേഹിച്ച പത്രോസ്, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു നേതാവായി ചമഞ്ഞ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസ് പറയുകയാണ്, ഞാൻ സകലതും ഇതാ ഉപേക്ഷിക്കുന്നു, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും പത്രോസ് ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നു. അവർ ഒരു രാവ് മുഴുവൻ അധ്വാനിക്കുന്നു. അതിനുശേഷം വളരെ നിരാശരായി വെളുപ്പാൻ കാലത്ത് തിരിച്ചെത്തുന്നു. ആ വെളുപ്പിനെയാണ് അവർ തിരിച്ചെത്തുന്നത്. അപ്പോൾ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു. പക്ഷേ അവരുടെ വഞ്ചിയും വള്ളവും അല്ലെങ്കിൽ വലയുമൊക്കെ ശൂന്യമായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അവർ വല കഴുകുന്ന നേരത്താണ് ഏതോ ഒരു അപരിചിതൻ കടൽക്കരയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ വല പടകിൻ്റെ വലതുവശത്തേക്ക് എറിയുക എന്ന്. ഏതായാലും അവർ ശ്രവിച്ചു, അനുസരിച്ചതിൻ്റെ ഫലം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. അവർ വല വലിച്ചപ്പോൾ 150 വലിയ മീനുകൾ അതിനകത്തുണ്ടായി. വല കീറുമാറായി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോഴാണ് യോഹന്നാൻ പെട്ടെന്ന് തിരിച്ചറിയുന്നത് കടൽക്കരയിൽ നിന്ന അപരിചിതൻ തങ്ങളുടെ ഗുരുവാകുന്നുവല്ലോ എന്ന്. ഉടനെ യോഹന്നാൻ ആ ന്യൂസ് പത്രോസിലേക്ക് എത്തിക്കുകയാണ്. പത്രോസ് അത് കേട്ട മാത്രയിൽ
വള്ളത്തിൽ നിന്ന് എടുത്തു ചാടുന്നു, നേരെ തൻ്റെ ഗുരുനാഥനടുത്തേക്ക് എത്തുന്നു. അങ്ങനെ വീണ്ടും അവർ സംയോജിക്കുന്നു. ക്രിസ്തു അവർക്ക് ആഹാരം വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം പത്രോസിനോട് മാത്രമായി 3 പ്രാവശ്യം ചോദിക്കുന്നു, അല്ലയോ പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് മറുപടിയും പറഞ്ഞു. ക്രിസ്തു തൃപ്തനായില്ല. വീണ്ടും ചോദിച്ചു, പത്രോസേ, നീ എന്നെ അധികം സ്നേഹിക്കുന്നുവോ? അപ്പോഴും പത്രോസ് പറഞ്ഞു, ഉവ്വ് കർത്താവേ എന്ന് പറഞ്ഞു. എന്നാൽ 3ാമതും ക്രിസ്തു ചോദിക്കുന്നു. അപ്പോഴാണ് പത്രോസിന് യാഥാർത്ഥ്യം പിടികിട്ടിയത്. ഇപ്പോൾ പത്രോസ് പറഞ്ഞ എന്താണ്? അങ്ങ് സകലതും അറിയുന്നുവല്ലോ, അങ്ങൻ്റെ ബലഹീനത അറിയുന്നുവല്ലോ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നങ്ങറിയുന്നുവല്ലോ. പത്രോസിന് വളരെ ദുഃഖമുണ്ടായി. പത്രോസ് കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, 3 പ്രാവശ്യമാണ് പത്രോസ് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞത്. 3 പ്രാവശ്യമാണ് കർത്താവ് അവനോട് ചോദിക്കുന്നത്. അതുവരെ പത്രോസ് ഉത്തരം കൊടുത്തത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ 3ാമത് പത്രോസ് പറഞ്ഞു, അങ്ങ്, അല്ലയോ ക്രിസ്തുവേ, അങ്ങ് സകലതും അറിയുന്നുവല്ലോ എന്ന് അവിടെ പറയും. അതായിരുന്നു ക്രിസ്തുവിന് ആവശ്യവും. എന്താണ്? സ്വയം ത്യജിച്ചുള്ളതായ ഒരു സ്നേഹം. നീ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ ആ തലത്തിലേക്ക് പത്രോസ് ഉയരുക എന്നുള്ളതായിരുന്നു. 3ാമത്തെ പ്രാവശ്യം ഞാനെന്നുള്ളത് നീയെന്ന് മാറി. അപ്പോൾ അങ്ങനെ ക്രിസ്തു അവനെ താഴ്മയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഷോസ് പ്രൗഡ്. നമ്മുടെ സ്വയത്തെയാണ് കാണുന്നത്. അത് ഒരു രീതിയിൽ ഒരു അഹംഭാവം എന്ന് നമ്മൾ പറയുമല്ലോ, അതാണ്. എന്നാൽ അവിടെ നിന്ന് നമ്മൾ താഴ്മയിലേക്ക് എത്തണം, വിനയത്തിലേക്ക് എത്തണം. അങ്ങനെ നാം താഴ്മയിലേക്കും വിനയത്തിലേക്കും എത്തുമ്പോൾ നാം ഓരോരുത്തരും ശ്രദ്ധാ കേന്ദ്രങ്ങളായി മാറും. ഞാനെന്ന ഭാവം നാം എപ്പോൾ ഉപേക്ഷിക്കുന്നുവോ അപ്പോഴാണ് നാം സ്വയം ത്യജിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നാം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നതായ സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് നാം ഉയരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യം ഇതാണ്. ഏതേ? നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ആ ദൈവീക സ്നേഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക, താഴ്മ അനുശാസിക്കുക, വിനയമുള്ളവനായിത്തീരുക. നമ്മളുടെ എല്ലാവരും അത് ഐമേനി മുതൽ അങ്ങ് മുകളിലേക്ക് എല്ലാവരും ഈ ഒരു സ്വഭാവത്തിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ അവനിൽ ക്രിസ്തു ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേത് വ്യക്തിയായാലും ശരി, എത്ര ഉന്നതൻ ആയാലും ശരി, വിനയവും താഴ്മയും അവനിൽ ഇല്ല എങ്കിൽ ക്രിസ്തു അവനിൽ ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. തിങ്കളാഴ്ചത്തെ ഭാഗം, യേശുവിൽ ദൃഷ്ടി ഉറപ്പിക്കുക എന്നുള്ള ഭാഗം. അവിടെ പ്രധാനമായിട്ടും നാം കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യേശുവിൽ ദൃഷ്ടി ഉറപ്പിക്കുക എന്നുള്ള ഭാഗം. ഈ കഴിഞ്ഞ സംഭവം, യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള സംഭാഷണം, ക്രിസ്തു പത്രോസിനോട് പറയുന്നു, നീ എന്നെ അനുഗമിക്കുക എന്ന് പറയും. അങ്ങനെ പത്രോസ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നു. പറയുമ്പോൾ ക്രിസ്തു പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു.
അവൻ എന്തായി തീരണം എന്നുള്ള തലത്തിലേക്ക് ക്രിസ്തു അവനെ ഉയർത്തുന്നു. അന്ന് സന്ധ്യയ്ക്ക് ക്രിസ്തുവിൻ്റെ മാറത്ത് ചാരിക്കിടന്നുകൊണ്ട് പത്രോസ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? എന്നെ അനുഗമിക്കുക എന്ന് പത്രോസിനോട് ക്രിസ്തു പറഞ്ഞപ്പോൾ പത്രോസ് ക്രിസ്തുവിനെ അനുഗമിച്ചു. നടന്നു പോയപ്പോൾ അവൻ തിരിഞ്ഞൊന്ന് നോക്കിയപ്പോൾ യോഹന്നാനും അവൻ്റെ പിന്നാലെ വരുന്നുണ്ട്. അപ്പോഴാണ് ആ ചിത്രം അവൻ്റെ മനസ്സിലിരുന്നത് കൊണ്ട് ക്രിസ്തുവിനോട് സന്ധ്യാസമയത്ത് ചോദിക്കുകയാണ്, അല്ലയോ കർത്താവേ, യോഹന്നാൻ്റെ അവസ്ഥ എന്തായിത്തീരും? അത് ചോദിക്കുവാൻ മറ്റൊരു കാരണം കൂടെയുണ്ട്. ക്രിസ്തു പത്രോസിനോട് പറയുന്നുണ്ട്, നീ യൗവനക്കാരനായിരിക്കുന്നതായ സമയത്ത് നീ അരമുറുക്കി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് നീ നടന്നു പോകും. എന്നാൽ നീ വൃദ്ധനായ ശേഷം മറ്റൊരുത്തൻ നിൻ്റെ അരമുറുക്കി നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകും. എപ്പോഴാണ്? വൃദ്ധനായ ശേഷം. ദാറ്റ് മീൻസ് പത്രോസ് വൃദ്ധനാകുന്നത് വരെ ഈ ലോകത്ത് ജീവിച്ചിരിക്കും, അതിനുശേഷമേ മരിക്കുകയുള്ളൂ എന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ചിന്തയായിരിക്കണം പത്രോസ് ക്രിസ്തുവിനോട് ചോദിക്കുന്നത്, യോഹന്നാൻ്റെ അവസ്ഥ എന്താകും? ചുരുക്കി പറഞ്ഞാൽ പത്രോസ് തന്നിൽ നിന്നും തൻ്റെ ശ്രദ്ധ മറ്റൊരുവനിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ അല്ലേ? നാം നമ്മെ തന്നെയല്ല ശ്രദ്ധിക്കുന്നത്, നമ്മെ തന്നെയല്ല നാം നോക്കുന്നത്. നാം എപ്പോഴും അടുത്തുള്ളവനെ, അപ്പുറത്തുള്ളവനെ, ചുറ്റുമുള്ളവനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അയൽക്കാരനെയാണ്. അവനിലെന്തുണ്ട്, അവനിലെന്ത് കുറ്റമുണ്ട്, അവനിലെത്ര കുറവുണ്ട്, അവനെക്കുറിച്ച് എന്ത് കമൻറ്റ് പറയാൻ സാധിക്കും, ഇതാണ് നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്. പത്രോസും അതുതന്നെയായിരുന്നു. തന്നെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ മറ്റുള്ളവരുടെ കാര്യമാണ് അന്വേഷിച്ചത്. അപ്പോൾ ക്രിസ്തുവിന് അവനെ വീണ്ടും തൻ്റെ ദൗത്യത്തിലേക്ക് കൊണ്ടുവരണമായിരുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു അവനോട് പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? അവൻ, അല്ലെങ്കിൽ യോഹന്നാൻ, ഞാൻ വരുവോളം അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നിനക്കെന്താണ് കുഴപ്പം എന്ന ചോദ്യം ചോദിക്കുന്നു. ഈ ചോദ്യം പിന്നീട് നമുക്കറിയാം പല തെറ്റിദ്ധാരണകളിലേക്കും വഴി നടത്തുന്നുണ്ട്. എങ്കിലും ഇവിടെ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സെൽഫ്. നമ്മിലേക്ക് തന്നെ നാം നോക്കുക, നമ്മുടെ കുറവുകൾ കണ്ടെത്തുക, നമ്മുടെ തെറ്റുകൾ നാം മനസ്സിലാക്കുക, അതിനുശേഷം നാം അത് തിരുത്തുക. ഇതാണ് വേണ്ടിയത്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാം മറ്റുള്ളവരിലേക്കാണ് നോക്കുക. നമുക്കറിയാം നമ്മളെല്ലാം മറ്റുള്ളവർക്ക് രക്ഷ നേടിക്കൊടുക്കുവാൻ വ്യാപൃതരാണ്. മറ്റുള്ളവരെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ നാം പാടുപെടുകയാണ്. പക്ഷേ സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചോ നമ്മുടെ കുടുംബത്തെക്കുറിച്ചോ അല്ല നമ്മുടെ ചിന്ത, പിന്നെ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ചാണ്. സ്വയം നാം ചിന്തിക്കുകയും നമ്മുടെ നോട്ടം ക്രിസ്തുവിൽ ആകുന്നുവോ എന്ന് നാം ശ്രദ്ധിക്കുക. നമ്മുടെ നോട്ടം ക്രിസ്തുവിലായെങ്കിൽ നാം വിജയിച്ചു. പത്രോസ് ക്രിസ്തുവിൽ നിന്നും തൻ്റെ നോട്ടം മാറ്റിയപ്പോഴാണ് പണ്ട് വെള്ളത്തിൽ വീണത്. അതേ പത്രോസ് തന്നെ ഇവിടെ തന്നെക്കുറിച്ച് നോക്കാതെ യോഹന്നാനെക്കുറിച്ച് നോക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു അവനോട് വീണ്ടും പറഞ്ഞത് അതാണ്, നീ നിന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, നീ എന്നിലേക്ക് നോക്കുക, നിൻ്റെ ദൃഷ്ടി ദൈവത്തിലേക്കായിരിക്കട്ടെ. ഇതാണ് നാം പഠിക്കേണ്ടത്. അടുത്ത ചൊവ്വാഴ്ചത്തെ ഭാഗത്തേക്ക് നമുക്ക് പോകാം. വെളിച്ചവും ഇരുട്ടും. നാം ഇവിടെ പഠിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ
പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. ആരിലാണ്? ക്രിസ്തുവിൽ. ക്രിസ്തുവിൽ വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചമാണ് ലോകത്തിൽ വന്നത്. എന്താണ് ഈ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസം? വെളിച്ചം എന്ന് പറയുമ്പോൾ അത് ഇപ്രകാരമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ലൈറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഇലൂമിനേഷൻ അലൗവിങ് us to see things, while darkness is simply the absence of light, making it difficult or impossible to see. എന്നാണ്. അപ്പോൾ പ്രകാശം മറ്റുള്ളതിനെ അത് ഇറ്റ് ഇലൂമിനേറ്റ്, മറ്റുള്ളതിനെ അത് പ്രകാശിപ്പിക്കുന്നു. നമുക്ക് പ്രകാശം മറ്റുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ നമുക്ക് കാഴ്ച കാണുവാൻ സാധിക്കുന്നു. നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്രകാശമുണ്ടായിരിക്കണം. പ്രകാശമില്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. മറിച്ച് ഇരുട്ടെന്താണ് ചെയ്യുന്നത്? ഇരുട്ടെന്ന് പറയുമ്പോൾ പ്രകാശമില്ലാത്തതായ അവസ്ഥ. പ്രകാശമില്ലാത്തതായ അവസ്ഥയിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സീ, കാണുവാൻ സാധ്യമല്ല. പിന്നെ തപ്പിത്തടയേണ്ടി വരും. അപ്പോൾ ഇവിടെ ക്രിസ്തുവാകുന്ന വെളിച്ചം, ഈ വെളിച്ചം നമ്മളെ അജ്ഞതയിൽ നിന്നും അകറ്റുന്നു, അജ്ഞത ഇല്ലാതാക്കുന്നു. അവർ പദ്യം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉള്ളൂരിൻ്റെ അകക്കണ്ണ് തുറക്കാൻ ആശാൻ ബാല്യത്തിലെത്തണം. അകക്കണ്ണ് തുറക്കാൻ ആശാൻ ബാല്യത്തിൽ എത്തണം. അപ്പോൾ നമ്മളുടെ അകക്കണ്ണ് നാം തുറക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ പ്രകാശം വരേണ്ടിയിരിക്കുന്നു. അതിനാണ് നാം വിദ്യാഭ്യാസം ചെയ്യുന്നത്, അല്ലെങ്കിൽ അധ്യാപകർ നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അവൻ്റെ ഉള്ളിലേക്ക് പ്രകാശം കടന്നു ചെല്ലുന്നതിനാണ്. അപ്പോൾ ഇവിടെ ക്രിസ്തുവാകുന്ന വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അജ്ഞതയാകുന്ന ഇരുട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകും. ആ അജ്ഞതയെ അകറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജോലി. എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ്. ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചമെന്ന് അരുളി ചെയ്തതാണ് ക്രിസ്തു. ആ വെളിച്ചത്തിൽ നാം നടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇരുട്ട് ലോകത്തെ അടച്ചു വച്ചിരിക്കുകയാണ്. ലോകം ഇരുട്ടിൽ തപ്പിത്തടയുകയാണ്. അതുകൊണ്ടാണ് സോക്രട്ടീസ് പണ്ട് ഒരു റാന്തലും എടുത്തുകൊണ്ട് വഴിയിലൂടെ അത് കത്തിച്ചുകൊണ്ട് നടന്നത്. ഞാനൊരു മനുഷ്യനെ തിരയുകയാണെന്ന് പറഞ്ഞു. കാരണം ലോകം അന്ധകാരത്തിലാണ്. ഈ അന്ധകാരത്തെ അകറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക വഴിയെന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന വെളിച്ചമാകുന്നു. ആ വെളിച്ചത്തിലൂടെയാണ് നാം നടക്കേണ്ടതും നാം മറ്റുള്ളവരെ നടത്തേണ്ടതും. ആ വെളിച്ചത്തിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയമായി സാധ്യമല്ല. നാം ഇരുട്ടത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കൈത്തിരി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതിൻ്റെ പ്രകാശത്തിലേ നമുക്ക് നടക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഷ്യൂർ ആൻഡ് സർട്ടൻ നമ്മൾ താഴെ വീഴും. അപ്പോൾ ഇവിടെ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ നാം നടക്കുക. മനുഷ്യന് അവന് സ്വയം വെളിച്ചമുണ്ടാക്കുവാൻ സാധ്യമല്ല. പിന്നെയോ അത് ദൈവത്തിൽ നിന്ന് അവൻ ആർജിക്കേണ്ടിയിരിക്കുന്നു. ആ ദൈവത്തിൽ നിന്നും ആർജിക്കുന്നതിനുള്ള കാരണമാകുന്നു, പാതയാകുന്നു ക്രിസ്തു. അപ്പോൾ ക്രിസ്തുവിനെ നാം മനസ്സിലാക്കുന്നതിലൂടെ, അറിയുന്നതിലൂടെ നമുക്ക് വെളിച്ചത്തിലൂടെ നടക്കുവാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം വീണ്ടും 8:42 വരെ 42 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ക്രിസ്തു പറയുന്നുണ്ട്, ദൈവം നിങ്ങളുടെ പിതാവ് എങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, സ്വയമായി വന്നതല്ല, പിതാവ് എന്നെ
അയച്ചതത്രേ. വീണ്ടും അങ്ങോട്ട് വരുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, അവൻ ആദ്യം മുതൽ കുലപാതകൻ, അവനിൽ സത്യമില്ല, സത്യത്തിൽ നിൽക്കുന്നില്ല, അവൻ ഭോഷ്ക് പറയുന്നു, ഭോഷ്ക് പറയുന്നതിൻ്റെ അപ്പനുമാകുന്നു. അപ്പോൾ നാം ഒക്കെ പ്രകാശം വിട്ട് വെളിച്ചം വിട്ട് മാറുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ഇരുളിലേക്ക് പോകുന്നുവെന്നാണ്. ഇരുളിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ നാം പിശാചിൻ്റെ അടിമകളായി മാറും, അല്ലെങ്കിൽ സാത്താൻ്റെ സന്തതികളായി മാറും. സാത്താൻ ആരാണ്? അവൻ കുലപാതകനാണ്, അവൻ കള്ളനാകുന്നു, അവൻ നിങ്ങളെ ഭോഷ്കിൻ്റെ പാതയിലൂടെ മാത്രമേ നടത്തുകയുള്ളൂ എന്നാണ് ക്രിസ്തു. സോ വാട്ട് ടു ഡു? ടേൺ ടു ക്രൈസ്റ്റ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിലേക്ക് തിരിയുക എന്നുള്ളതാണ് നമ്മളുടെ ചിന്തയെന്ന് പറയുന്നത്. അത് ക്രിസ്തുവിൻ്റെ വചനങ്ങളായിരിക്കണം. ആ ക്രിസ്തുവിൻ്റെ വചനങ്ങളിലൂടെ നാം നടക്കുമ്പോൾ നാം പ്രകാശത്തിൽ നടക്കും. അപ്പോൾ നാം പ്രകാശത്തിൻ്റെ ചെറുദീപങ്ങളായി മാറും. അങ്ങനെ പ്രകാശത്തിൻ്റെ ചെറുദീപങ്ങളായി നാം മാറണമെന്നുണ്ടെങ്കിൽ നാം ഈ വചനത്തെ ഉൾക്കൊണ്ട് ആ വചനപ്രകാരം നടക്കണം. ഇന്ന് പലരും വചനത്തെ എടുത്ത് കോട്ടിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതായ കാലഘട്ടമാണ്. നമ്മൾ ഈയിടെ ഒരുപക്ഷെ കണ്ടിരിക്കാം, മെസ്സേജ് ഓഫ് പ്രോസ്പിരിറ്റി. ധനത്തിൻ്റെ തത്വശാസ്ത്രങ്ങളാണ് പഠിക്കുന്നത്. നീ ധനവാനായിത്തീരും, നീ സമ്പന്നനായിത്തീരും, ഞാൻ പറഞ്ഞാൽ നിൻ്റെ ധനം കൂടെ ഇല്ലാതാകും എന്ന് പ്രഖ്യാപിക്കുന്നതായ പുരോഹിതന്മാരാണ്, അല്ലെങ്കിൽ പുരോഹിതരെന്ന് വേഷം കെട്ടി നടക്കുന്നതായ ആളുകളുടെ നടുവിലൂടെയാണ് നാം ഇന്ന് നടക്കുന്നത്. നാം യൂട്യൂബ് ചാനലിലൂടെ ഈ കാര്യങ്ങളൊക്കെ നാം ദർശിക്കുന്നവരാണ്, കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്. അപ്പോൾ അവരെല്ലാം ചെയ്യുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ വചനത്തെ കോട്ടിക്കളയുകയാണ്, അല്ലെങ്കിൽ പ്രകാശത്തെ അവർ ഇരുളുകൊണ്ട് അടയ്ക്കുകയാണ്. അത് ദൈവശാപത്തിന് ഇടയായിത്തീരും. അതുകൊണ്ട് ടേൺ അവേ ഫ്രം ദാറ്റ്, അവിടെ നിന്ന് വഴിമാറുക, വെളിച്ചത്തിൽ നടക്കുക എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതായത് ബുധനാഴ്ചത്തെ ഭാഗം, ദൈവശാസ്ത്രം മേലിൽ നിന്നോ താഴെ നിന്നോ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് നാം അവിടെ കാണുന്നത്. ഇവിടെ ഒരു പ്രത്യേക സംഭവം നിങ്ങൾ വായിച്ചിട്ടുള്ളവർ മനസ്സിലാക്കും. ക്രിസ്തു വീണ്ടും ഗലീലയിലേക്ക് തിരിച്ചു വരികയാണ്. ഗലീലയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അവിടെ മറ്റൊരത്ഭുതം ക്രിസ്തു നടത്തും. എന്താണ്? ഒരു രാജഭൃത്യൻ ഓടി വരുന്നു. രാജഭൃത്യൻ ഓടി വന്ന് ക്രിസ്തുവിനോട് പറയുകയാണ്, എൻ്റെ മകൻ അസുഖം ബാധിച്ച് മരിക്കാറായി കിടക്കുന്നു, അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വരണം എന്ന്. അങ്ങനെ വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണം, ഇതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം അതിനുവേണ്ടിയാണ് ഓടി വന്നത്. ക്രിസ്തുവിന് സൗഖ്യമാക്കുവാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടായിരിക്കണമല്ലോ അദ്ദേഹം ഓടി വന്നത്. എന്നാൽ ക്രിസ്തു എന്താണ് പറയുന്നത്? ഈ തലമുറ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് അവിടെ പറയുന്നു. എങ്കിലും അവൻ്റെ അടുത്ത് പറയുന്നു, നീ പോയിക്കൊള്ളുക, നിൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഒറ്റ വാക്ക്, നീ പോയിക്കൊള്ളുക, നിൻ്റെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കും. ഈ മനുഷ്യന് ഒരുപക്ഷെ അത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിച്ചുവോ എന്നെനിക്കറിയില്ല. ഏതായാലും ആ വാക്ക് കേട്ടുകൊണ്ട് അവസാനം അദ്ദേഹം തിരികെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ ഓൺ ദ വേ അവർ കണ്ടുമുട്ടുന്നു. അവർ പറയുന്നു, അല്ലയോ പ്രഭു, അങ്ങയുടെ മകൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, അവൻ മരിച്ചിട്ടില്ല, ഒരു കുഴപ്പവുമില്ല. അപ്പോഴാണ് അദ്ദേഹം തിരക്കുന്നത്, ഏത് സമയത്താണ് ഇത് സംഭവിച്ചത്?
അപ്പോഴവർ പറഞ്ഞു ഏതാണ്ട് 7 മണി സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ക്രിസ്തു പറഞ്ഞ അതേ സമയത്ത് തന്നെയാണ് ഈ അത്ഭുതം നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. അവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചു. നോക്കുക, അവനിലുണ്ടായിരുന്ന ആദ്യത്തെ വിശ്വാസം ഒരുപക്ഷേ ക്രിസ്തു എൻ്റെ മകനെ സൗഖ്യമാക്കിയാൽ ഞാൻ വിശ്വസിക്കാം. അപ്പോൾ അതിനെയാണ് ഇവിടുത്തെ താഴത്തെ ചിന്ത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മാനുഷികമായ ചിന്ത, ബലഹീനമായ ചിന്ത. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കാം. എന്നാൽ മുകളിൽ നിന്നുള്ള ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ചിന്ത, ദൈവീക ചിന്ത. ആ ദൈവീക ചിന്തയ്ക്ക് കണ്ടീഷനൊന്നുമില്ല. പിന്നെ നാം വിശ്വസിക്കുക എന്നുള്ളതാണ്, അവനിൽ വിശ്വസിക്കുക എന്നുള്ളത് ആകും. ഭൗതിക ചിന്തയ്ക്ക് അല്ലെങ്കിൽ താഴെയിൽ നിന്നുള്ള മാനുഷിക ചിന്തയ്ക്ക് എപ്പോഴും എന്താണ്, അത് അതിരുകൾ നിർമ്മിക്കും. സൗഖ്യം പ്രാപിച്ചാൽ ഞാൻ വിശ്വസിക്കാം, അതിരുകൾ ഉണ്ടാക്കുക. അതിരുകൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതിന് പരിമിതികൾ ഉണ്ടാകുന്നുവെന്നാണ്. പരിമിതികൾ, ചിന്തയ്ക്ക് പരിമിതികൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് മാനുഷിക ആശയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. മാനുഷിക ആശയങ്ങൾ എപ്പോഴും അതിരുകളാൽ ബന്ധിതമാണ് എന്നാണ് നാം കാണുന്നത്. എന്നാൽ മറിച്ചാകുന്നു ദൈവിക ചിന്ത. ദൈവിക ചിന്തയ്ക്ക് എന്താണ്, അതിന് അതിരുകളില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക എന്ന് മാത്രമാകും. യു ജസ്റ്റ് ബിലീവ് ആൻഡ് ബിലീവ്. അതാണ് ദൈവത്തിൻ്റെ ചിന്ത. അതാണ് ശദ്രക്, മേശക്, അബേദ്നെഗോവിനുണ്ടായത്. അതെ, രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിക്കുകയില്ല. അപ്പോൾ അതായിരിക്കണം, അപ്രകാരമായിരിക്കണം നമ്മളുടെ ചിന്തയും എന്നുള്ളതാണ്. രക്ഷിച്ചാലും ഇല്ലെങ്കിലും ദൈവം എന്നെ നടത്തും, അല്ലെങ്കിൽ ദൈവം എന്നെ താങ്ങിക്കൊള്ളും എന്നുള്ളതായ ആ ചിന്ത. മാനുഷിക ചിന്ത അത് നമ്മൾ കാലഘട്ടത്തിന് അടിമകളായിക്കൊണ്ട് പോകുന്ന ചിന്തകളാണ്. എന്നാൽ നാം എന്ന് പറയുമ്പോൾ ബൈബിൾ ചിന്തകൾ എന്താണ്, കാലത്തിൻ്റെ തത്വശാസ്ത്രത്തെ തിരുവെഴുത്തുകളിലൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നാണ്. അല്ലെ, കാലത്തിൻ്റെ പ്രക്രിയകളെ നാം തിരുവെഴുത്തിലൂടെ വ്യാഖ്യാനിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നാം വഴി കാണിച്ചു കൊടുക്കുക എന്ന് അതാകുന്നു ഉയരത്തിൽ നിന്നുള്ള ചിന്തയെന്നത്. അപ്പോൾ ദൈവവചനം നാം കേൾക്കുക, അനുസരിക്കുക. ദൈവത്തോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് അതാകുന്നു. ഏതേ, ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ഇതാണ് ക്രിസ്തു. അപ്പോൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. അത് നാം വിശ്വസിക്കുക. ഉയരത്തിൽ നിന്നുള്ള ആ ഒരു ചിന്തയായിരിക്കണം നമ്മളെ നയിക്കേണ്ടത്. നമുക്ക് അവസാനത്തെ ഭാഗത്തേക്ക് വരാം. യേശുവിൽ വസിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 12:32 അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുക, ഉയരങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക. സോ ലുക്ക് ഹൈ, മുകളിലേക്ക്, ഉയരങ്ങളിലേക്ക് നാം നോക്കുക എന്ന് പറയുമ്പോൾ കർത്താവിലേക്ക് നാം നോക്കുക, ഉയർത്തപ്പെട്ടവനിലേക്ക് നാം നോക്കുക എന്നുള്ളതാണ്. അത് പറയുന്നത് ദൈവത്തെ നാം അറിയുക, ദൈവ ഇഷ്ടം നാം ചെയ്യുക. അപ്പോൾ ഉയർത്തപ്പെട്ടവനിലേക്ക് നാം നോക്കുമ്പോൾ നാം ദൈവത്തെ അറിയുന്നു, ദൈവ ഇഷ്ടം നാം പ്രവർത്തിക്കുന്നു.
അങ്ങനെ മനസ്സിലാക്കിയ അനേകർ ഉണ്ടായിരുന്നു. അവരിൽ നമുക്കറിയാം, അവരിൽ ഒരു പ്രധാനിയായിരുന്നു നിക്കോഡെമസ്, പിന്നെ സാമരിറ്റൻ വുമൺ, ശമരിയക്കാരിയായ സ്ത്രീ, രാജഭൃത്യൻ, ബത്സൈദ കുളത്തിനരികിൽ കിടന്ന ദ ലെയിം മാൻ, പിന്നെ അങ്ങനെ അനേകർ. അവരൊക്കെ ഉയരങ്ങളിലേക്ക് നോക്കി. ക്രിസ്തു ആഹാരം കൊടുത്ത 5000 പേർ, മാർത്ത, മറിയം, ഇവരൊക്കെ ഉയരങ്ങളിലേക്ക് നോക്കിയവരാണ്, അല്ലെ ക്രിസ്തുവിലേക്ക് നോക്കിയവരായിരുന്നു. ദേ ഫോക്കസ് ഓൺലി ഓൺ ക്രൈസ്റ്റ്. ഇതാണ് നാമും ചെയ്യണം. ആർ വി ഫോക്കസിങ് അവർ ഐസ് ഓൺ ക്രൈസ്റ്റ്? ഇതാണ് ചോദ്യം. നാം പലപ്പോഴും കീഴിൽ നിന്നുള്ള തത്വശാസ്ത്രത്തിൻ്റെ വക്താക്കളായിട്ട് മാറുകയാണ്. എന്താണ്? തർക്കിക്കുക, അതിനുശേഷം അത് വീഴ്ച ഭവിക്കുക, വഴിതെറ്റിക്കുക. ഇതൊക്കെയാണ് ഈ കീഴിൽ നിന്നുള്ള ചിന്തയുടെ ഫലമെന്ന് പറയും. അപ്പോൾ പലപ്പോഴും നാം യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ അതിനെതിരെ തർക്കിക്കുകയും അതിൻ്റെ ഫലമായി പലപ്പോഴും നാം വീഴ്ച ഭവിക്കുകയും വഴിതെറ്റിപ്പോവുകയും ഒക്കെയും സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ ഈ മാനുഷിക ജ്ഞാനം എന്ന് പറയുന്നത് തെറ്റായ ആരാധനയിലേക്ക് നമ്മളെ നയിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദ മെസ്സേജ് ഓഫ് പ്രോസ്പെരിറ്റി, പിന്നെ ദ മെസ്സേജ് ഓഫ് ഹീലിംഗ്. ഇതൊക്കെ എന്താണ്? മനുഷ്യനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്നതായ ചില ശുശ്രൂഷകളാണ്. അതാണ് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വീകാര്യം എന്ന് നാം കാണുന്നുണ്ട്. ജനം ഒഴുകുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവം കിട്ടിയോ എന്നുള്ളത് നാം വളരെ ശ്രദ്ധിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിചിത്രമായ രീതികളിലേക്ക് നമ്മളെ ഈ മാനുഷികമായിട്ടുള്ള ചിന്തകൾ നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ക്രിസ്തു എന്താണ് പറഞ്ഞ്? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് തോട്ടക്കാരൻ. അതിൻ്റെ കൊമ്പിന് മുന്തിരിവള്ളിയിലല്ലാതെ നിലനിൽക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള കൊമ്പുകൾ മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പോൾ ക്രിസ്തുവില്ലാത്തതായ ഒന്നിൻ്റെയും പുറകെ നാം പോകരുത്. ക്രിസ്തുവിൽ ലയിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഫലം കായ്ക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ യേശുവിൽ വസിക്കുന്നതായ ഒരു മനുഷ്യന് മാത്രമേ ശോഭിക്കാൻ, പ്രകാശം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ക്രിസ്തുവിൽ വസിക്കുന്നവരായി മാറുക. അതാണ് ഈ കഴിഞ്ഞ 3 മാസക്കാലമായി നമ്മൾ പഠിച്ചത്. ക്രിസ്തു ദൈവമാകുന്നു, അവനിൽ നാം ചേർന്ന് നിൽക്കുക, അവനിൽ നാം ഒട്ടി നിൽക്കുക. അപ്പോൾ നാം ഒക്കെയും ശോഭിക്കുന്നവരായി മാറും. അങ്ങനെയായിത്തീരുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, അവിടുന്ന് ഈ നിമിഷം വരെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ അങ്ങയുടെ വചനങ്ങളെ പഠിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ ദൈവമാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശരിയായ വിധത്തിൽ അങ്ങയിൽ നിന്ന് പ്രകാശം ലഭിക്കുന്നവരായി ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങളൊക്കെയും അവിടുത്തെ പുത്രീപുത്രന്മാരാകുന്നു. ഞങ്ങൾ അങ്ങയിൽ എന്നും ശോഭിപ്പാൻ ദൈവം ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.